പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത് ആയിരങ്ങളാണ്. കോഴിക്കോട് നിന്ന് ജന്മനാടായ കണ്ണൂരിലേക്കുള്ള വിലാപയാത്രയിൽ ഓരോയിടത്തും പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാനെത്തിയ നൂറുകണക്കിന് ആളുകളായിരുന്നു. തൊണ്ടപൊട്ടുമാർ ഉച്ചത്താൽ വിളിച്ച മുദ്രാവാക്യങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു പുഷ്പന്റെ യാത്ര. സഹനത്തിന്റെ സമരനായകനെ ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് യാത്രയിലുടനീളം ഒഴുകിയെത്തിയത്. വിപ്ലവ വീരത്തിന്റെ പ്രതീകമായ പുഷ്പന് വിട ചൊല്ലാനെത്തിയത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വിലാപയാത്ര തുടങ്ങിയത്. വഴിനീളെ മുദ്രാവാക്യം വിളികളുമായി അന്ത്യാഭിവാദ്യമർപ്പിക്കാനെത്തിയവരുടെ വൻ തിരക്ക്. എലത്തൂർ, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം റോഡ്, മാഹി, പുന്നോൽ എന്നിവിടങ്ങളിൽ റോഡിന്റെ ഇരുവശത്തും തിങ്ങിക്കൂടിയത് നൂറുകണക്കിന് ആളുകൾ. തലശ്ശേരിക്കും കുത്തുപറമ്പിനും പിന്നാലെ പുഷ്പൻ പഠിച്ച ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. പ്രിയപ്പെട്ടവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ സമരനായകന്റെ അന്ത്യയാത്ര. പോരാട്ടവീതികളിൽ പുഷ്പൻ സൃഷ്ടിച്ച ആവേശം വിളിച്ചറിയിക്കുന്നതായിരുന്നു വിലാപയാത്രയിലെ ജനസാഗരം. കണ്ണൂരിൽ നിന്ന് അരുൺ പാറക്കലിനും പ്രവീൺ ധർമ്മശാലയ്ക്കുമൊപ്പം സമീർ സി മുഹമ്മദ്, 24.